പ്രൈസലോ കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടുത്താം. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം എന്റെ 9-ാമത്തെ വാക്യം. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. യേശു സക്കായിയോട് പറഞ്ഞ ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇവരും അബ്രഹാമിന്റെ മകൻ ആകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്വവും അബ്രഹാമിന്റെ സന്തതികൾക്കുണ്ടായിരുന്ന അനുഗ്രഹവും തലമുറയായി കൈമാറിയിരുന്നു എന്നും അബ്രഹാമിന്റെ മക്കളായി ജീവിക്കുന്നവർക്ക് അനുഗ്രഹം ലഭ്യമാകുന്നുവെന്നും വിശുദ്ധ വേദ പുസ്തകത്തിൽ പഠിക്കാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ആകാശത്തിന്റെ കിളിവാതികൾ തുറന്ന സ്ഥലം പോരാതെ വരുവോളം മാലാഖി 3:10 പറഞ്ഞിട്ട് എഫേസ്യലേഖനം 1:4 വരുമ്പോൾ കാണുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹപാലും നമ്മിൽ നിറയ്ക്കുന്നത്. നമുക്ക് വേണ്ടി ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്വർഗഭണ്ഡാരം തുറന്ന് സ്വർഗത്തിൽ എന്തെല്ലാം ആത്മീയ അനുഗ്രഹം ഉണ്ടോ അതെല്ലാം തന്റെ മക്കൾക്ക് അവകാശമാണ്. സക്കായിയെ ഇവിടെ അബ്രഹാമിന്റെ മകനെന്ന് നമുക്ക് വെളിപ്പെടുത്തി യേശു സംസാരിക്കുമ്പോൾ സക്കായിയെ കുറിച്ച് ഐറേനിയസ്, തെർത്തുല്യൻ, യുത്തിമിയസ് ആദിയായ അനേക പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത് തന്റെ മുഴുവൻ സ്വത്തിന്റെയും പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുകയും കൊടുക്കുകയും സ്തോത്രം, ബാക്കി മറ്റേ പകുതി വാങ്ങിയതിന് നഷ്ടപരിഹാരമായി കൊടുത്തുകൊണ്ട് തനിക്കായി ഒന്നും മാറ്റിവെക്കാതെ സക്കായി ക്രിസ്തുവിനെ അനുഗമിച്ചു എന്നുള്ളതാണ്. തനിക്കുണ്ടായിരുന്നത് മുഴുവൻ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവൻ അർപ്പിക്കുവാൻ വേണ്ടി, തന്റെ ജീവൻ സമർപ്പിക്കാൻ വേണ്ടി താൻ വാങ്ങി നിരട്ടി ജനത്തെ തിരിച്ചു കൊടുത്തു. അല്ലേലിയ. അപ്പൊ ചുങ്കക്കാരും പാപികളും നിത്യജീവൻ അയോഗ്യരാണെന്നാണ് ആ കാലഘട്ടത്തിൽ പരീശന്മാരുടെ ചിന്താഗതിയും പഠിപ്പിക്കലുകളും ഒക്കെ. അല്ലേലിയ. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടവന്റെ മാനസാന്തര വിവരം നാട്ടുകാർ മാത്രമല്ല അവന്റെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ വരെ അറിയുമെന്ന് പണ്ടൊരു ഭക്തൻ പറഞ്ഞത് സക്കായിയോട് അനുബന്ധമായി നമുക്ക് പഠിക്കാൻ കഴിയും. എന്റെ ഏരിയ. അപ്പം ദൈവം നമ്മുടെ രക്ഷയുടെ ദൈവമാണ്. ദൈവം നമ്മുടെ രക്ഷയുടെ ദൈവമാണ്. സക്കായിയുടെ ദൈവം സക്കായിയുടെ രക്ഷയുടെ ദൈവമാണ്. പ്രൈസലോ. അതുകൊണ്ടാണ് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, രക്ഷിപ്പാൻ കഴിയാതവണ്ണം എന്റെ കൈ കുറുകിപ്പോയിട്ടില്ല, എന്റെ ഏരിയ, കേൾപ്പാൻ കഴിയാതവണ്ണം എന്റെ ചെവി ബന്ധമായിട്ടുമില്ല എന്ന് പ്രവാചകൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ദൈവത്തിൽ നിന്നും എത്രമാത്രം അകന്നുപോയി എന്നുള്ളതാണ് 1-59-1-15 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അല്ലെങ്കിൽ ആമേൻ, അല്ലേലൂയ, സ്തോത്രം. അവർ ദേശത്തെ അതിക്രമത്താലും ഭൂഷ്കിനാലും ചതിയാലും നിറച്ചിരിക്കുന്നു എന്ന് 2-ാം വാക്യം വായിച്ചാൽ കാണും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ അത്രയും അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ഇത് തന്നെ യെരിഹോവിൽ നടക്കുന്നത്. യെരിഹോവിലെ ജനത്തിന്റെ അകൃത്യങ്ങൾ, പാപങ്ങൾ, അല്ലേലൂയ, ദൈവം അവർക്ക് മുഖം മറച്ചിരിക്കുക. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ ആയിരിക്കും ഒരുപക്ഷെ സക്കായി എന്ന് പറയുന്ന മനുഷ്യനും കടന്നുപോയത്. ഈ സാഹചര്യത്തിലാണ് സക്കായിയെ തേടി യേശു യെരിഹോവിൽ എത്തുന്നതും ആമൻ സക്കായിയെ തന്റെ ജീവിതത്തിന്റെ കുടുംബത്തിലേക്ക്, ഭവനത്തിലേക്ക്, സ്വർഗീയ ഭവനത്തിലേക്ക് യേശു ചേർക്കുക. അല്ലേലൂയ, സ്തോത്രം. യേശുവിനെ സക്കായി വീട്ടിലേക്ക് ചേർത്തുകൊള്ളുകയല്ല, സക്കായിയെ യേശു ചേർത്തുകൊള്ളുക. എന്നിട്ട് യേശു സക്കായിയുടെ വീട്ടിലേക്ക് ചെല്ലും ഒരു അതിഥിയായിട്ട്. പ്രൈസലോ. എന്നിട്ടാണ് യേശു പറഞ്ഞത്, ഇവൻ അബ്രഹാമിന്റെ മകനാണ്. അപ്പം അവൻ ദൈവം രക്ഷയുടെ ദൈവമാണ്, രക്ഷ നൽകുന്നവനാ, രക്ഷിപ്പിന്റെ ഉടയവനാണ്. പ്രൈസലോ. യേശുവിന്റെ ജനനത്തിങ്കൽ തന്നെ അത് മത്തായി സുവിശേഷത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി.
മത്തായി സുവിശേഷം 1-ാം വാക്യം കാണുന്നുണ്ട്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ഹല്ലേലൂയ. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ തന്നെ ദൈവാത്മാവ് നമ്മൾ സംസാരിച്ചു. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം, ഈ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പേര് നിർദ്ദേശിക്കുന്ന സംഭവങ്ങൾ ഉൽപ്പത്തി പുസ്തകങ്ങളെ മുതലേ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ യേശുവിനെ കുറിച്ചുള്ളത്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിക്കൊണ്ട് യേശു എന്ന് പേരിടണം എന്ന് കൽപ്പിക്കുക. ആ പേരിന്, യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകൻ, രക്ഷയുടെ മാർഗം, രക്ഷ നൽകുന്നവൻ, വീണ്ടെടുപ്പിന്റെ അനുഭവം, വീണ്ടെടുപ്പ് നൽകുന്നവൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. ഹല്ലേലൂയ. അങ്ങനെ ഒരു പേരുള്ളവൻ യേശു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ മറ്റാരുടെയും പേരിന് രക്ഷകൻ എന്നുള്ള അർത്ഥമില്ല. പ്രൈസ് ദി ലോർഡ്. രക്ഷകൻ എന്നുള്ള അർത്ഥമുള്ള ഒറ്റ പേരുണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ രക്ഷകന്റെ കൈ കീഴിൽ നമുക്ക് ഒതുങ്ങി പാർക്കുവാൻ ദൈവം തന്ന അവസരങ്ങൾ എത്ര വലുതാണ്. ചുങ്കക്കാരനും ധനവാനിയും അല്ലെങ്കിൽ ടാക്സ് പ്രമാണിയും ഒക്കെ ആയിരുന്ന ആ സക്കായിയുടെ ജീവിതത്തിനകത്ത് യേശുക്രിസ്തുവിലുള്ള രക്ഷ വന്ന് തന്റെ അകൃത്യങ്ങളെ മുഴുവൻ കഴുകി വെടിപ്പാക്കി എടുത്തു കഴിഞ്ഞപ്പോൾ താൻ ശുദ്ധിയുള്ളവനായി തീർന്നു, അബ്രഹാമിന്റെ മകനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറയട്ടെ, ഞാൻ നിങ്ങളുടെ ജീവിതത്തിലെ സകല അകൃത്യവും അശുദ്ധിയും ചതിയും പോഷകവും ഒക്കെ നീക്കിക്കളഞ്ഞിട്ട് യേശു കർത്താവിന്റെ ശുദ്ധരക്തത്താൽ നിങ്ങൾ കഴുകപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച് രക്ഷകനെ നിങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. രക്ഷകൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പല ആളുകൾ എന്നോട് പറയുന്നുണ്ട്, പല ആളുകൾ എന്നെ വിളിക്കുമ്പോൾ പറയാറ്, എന്റെ പാസ് ഒരു രക്ഷയുമില്ല. ശരിയാ, അവർ പറഞ്ഞ ഒരു രക്ഷയില്ല. കാരണം അവർക്ക് രക്ഷകനില്ലാത്തത് കൊണ്ട് രക്ഷയില്ല. പണ്ടൊക്കെ ഞാനും ഇത് പറഞ്ഞിട്ടുണ്ട്. എന്റെ സഹോദരന്മാരെ, എന്റെ പ്രിയ സുഹൃത്ത്, ഒരു രക്ഷയുമില്ലെന്ന് ഞാനും പറയാറുണ്ട്. കാരണം എനിക്ക് രക്ഷകനില്ലാതിരുന്നത് കൊണ്ട് എനിക്ക് ആ രക്ഷയെക്കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ രക്ഷയൊന്നുമില്ലെന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിനക്കൊരു രക്ഷയുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അത് രക്ഷകനിലൂടെ മാത്രമാണ്. രക്ഷകൻ ഉണ്ടെങ്കിൽ നിന്റെ സകല പ്രശ്നത്തിനും രക്ഷയുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടേണ്ടത് രക്ഷകനായ ക്രിസ്തുവിനെയാണ്. യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനായിട്ടുണ്ടെങ്കിൽ നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി നിന്റെ ജീവിതത്തിനകത്ത് പുതിയ അധ്യായത്തെ ദൈവം തരും. പഴയ താളുകൾ മറിച്ചു നോക്കി മുന്നോട്ട് പോകുവാൻ ദൈവം നിന്നെ അനുവദിക്കുന്നതിൽ പുതിയ പേജുകൾ ദൈവം നിനക്ക് തരിക. പുതിയ പേജുകൾ, പുതിയ പാഠങ്ങളിലൂടെ ദൈവം നിന്നെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. രക്തം ജയം. പഴയതിനെ കുറിച്ച് പറയുവാൻ ഒരുപാടുണ്ട്. എന്നാൽ പഴയതിനെ അവിടെ നിർത്തിയിട്ട് നീ പുതിയതിലേക്ക് വരണം. ഒരുത്തൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അതിനൊക്കെയും കാരണഭൂതൻ നമ്മുടെ ദൈവമാണ്. ഇപ്പൊ സക്കായി ക്രിസ്തുവിനായി കഴിഞ്ഞപ്പോൾ തന്റെ പഴയ ചുങ്കം പിരിവും ചുങ്കക്കാരെന്നുള്ള പേരും ടാക്സ് പ്രമാണികളുടെ പേരും ചുങ്കം പിരിച്ച് ധനവാൻ എന്നുള്ള പേരൊക്കെ പ്രാപിച്ച് ആമി സമൂഹത്തിൽ കൊള്ളരുതാത്തവനെന്നുള്ള പേരിൽ ഉടമയായി ജീവിച്ച സക്കായിയുടെ ജീവിതത്തിൽ പുതിയ അനുഭവം, പുതിയ സൃഷ്ടിയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പുതിയ സൃഷ്ടിയായി തീരണമെങ്കിൽ, പുതിയ ജനനം ഉണ്ടാകണമെങ്കിൽ, വീണ്ടും ജനനം പ്രാപിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൽ മാത്രമേ കഴിയുള്ളൂ. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കണം. വീണ്ടും ജനനം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു അപ്പനും അമ്മയ്ക്കും ജനിച്ച വ്യക്തിയാണ്. അപ്പനും അമ്മയ്ക്കും ജനിച്ച വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ സമാധാനം കിട്ടണമെന്നില്ല. എന്നാൽ നിങ്ങൾ പ്രായപൂർത്തിയായതിനു ശേഷം, കുഞ്ഞുകുട്ടിയുടെ കാര്യമല്ല പറഞ്ഞത്, നിങ്ങൾക്ക് തിരിച്ചറിവായി കഴിയുമ്പോൾ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ അതിക്രമങ്ങളും ഭോഷ്കും ചതിവും വഞ്ചനയും അങ്ങനെയുള്ള അകൃത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി രക്ഷയില്ലാത്ത ജീവിതമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കണം. രക്ഷകൻ ഉണ്ടെങ്കിൽ മാത്രമേ നിത്യരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നീ രക്ഷകനെ വേണം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അടക്കം ശുശ്രൂഷയ്ക്ക് പോയി. അവിടെ ദൈവവചനം ശുശ്രൂഷിപ്പാനായിട്ട് അവന് അവസരം കിട്ടിയപ്പോൾ എനിക്കൊരു 10-20 മിനിറ്റ് വേണ്ടി ഞാൻ ദൈവവചനം പ്രസംഗിച്ചു. ഹല്ലേലൂയ.
ആ സമയം ഞാൻ പറഞ്ഞത്, രക്ഷകനില്ലാതെ രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. രക്ഷകൻ ഉണ്ടെങ്കിൽ മാത്രമേ നിത്യജീവനുള്ളൂ. നിത്യജീവനുള്ളവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തെ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഈ സഹോദരി രക്ഷകനെ കണ്ടെത്തി രക്ഷ പ്രാപിച്ചു നിത്യജീവന്റെ അവകാശിയായതുകൊണ്ട് ഈ സഹോദരിയുടെ ആത്മാവ് നിത്യമായി സ്വർഗത്തിലെത്തിയെന്ന് പറഞ്ഞപ്പോൾ അവരുടെ സഹോദരങ്ങളൊക്കെ അല്ലെങ്കിൽ ആ സമുദായത്തിൽ നിൽക്കുന്നവരാണ്. അവർക്ക് ഏറ്റക്കുറച്ചിലും പിറുകുറുപ്പും തുടങ്ങിയവര്. പ്രൈസറോ. എന്നാലും രക്ഷയെക്കുറിച്ച് പറയണ്ടേ? എന്നെ സംബന്ധിച്ചും ദൈവജന പ്രശ്നം ഭയമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ അതൊക്കെ വിളിച്ചങ്ങ് പറയും. ഇതൊരിക്കലേ പറയാൻ പറ്റത്തുള്ളൂ. എല്ലാം ഇവിടെ നമുക്ക് പുറകെ നടന്ന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവസരം കിട്ടുമ്പോൾ രക്ഷകനെ കുറിച്ച് പറഞ്ഞോളാം. പിന്നെ അത് ഒളിച്ചു വെക്കരുത്, മറച്ചു വെക്കരുത്. പിന്നെ പറയാമെന്നുള്ളതല്ല, ലഭിക്കുന്ന സമയം ഏതു സാഹചര്യമായിരുന്നാലും അവിടെ നമ്മൾ രക്ഷകനെ കുറിച്ച് പറയണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം രക്ഷിപ്പിന്റെ ദൈവമാണ്. അതെ, ക്രിസ്തു നിങ്ങളുടെ വീട്ടിൽ വന്ന് വസിക്കുവാനായിട്ട് നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. വീട്ടിലുള്ള സകലർക്കും രക്ഷയുടെ അനുഭവത്തെ നിങ്ങളായിട്ടുണ്ടാക്കി കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും രക്ഷയുടെ അനുഭവത്തെ നമ്മളായിട്ടുണ്ടാക്കി കൊടുക്കണം. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ബന്ധുക്കളെ അയൽവാസികളെയും ഒക്കെ വിളിച്ച് ചേർത്ത് നിങ്ങൾ അവർക്ക് താമസിപ്പാൻ ഇടം കൊടുത്ത് നല്ല ബെഡൊക്കെ കൊടുത്ത് നല്ല റൂമൊക്കെ ഒരുക്കി കൊടുത്ത് നല്ലതാണ്. അതൊക്കെ വേണ്ടെന്നൊന്നും ഞാൻ പറയാനില്ല. പക്ഷേ യേശു നിന്റെ കുടുംബത്തിലുണ്ടായിരിക്കണം. യേശു നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിനകത്തെ സ്തോത്രം അനാവശ്യമായ പ്രവർത്തികളെല്ലാം നീ നീക്കിക്കളയും. യേശു ഇല്ലാത്തത് കൊണ്ടാണ് നിന്റെ കുടുംബം അരാജകത്വത്തിൽ നിൽക്കുന്നത്. പല കുടുംബത്തിന്റെ അനുഭവം മുള്ളും പറക്കാരയും കൊണ്ട് നിറഞ്ഞ അനുഭവമാണ്. മുള്ളും പറക്കാര ഇതൊക്കെ ദേഹത്ത് കൊണ്ട് വേദനിക്കുന്നത്, കട്ടുകടയ്ക്കുന്നതാണ്. അങ്ങനെയാണ് പല കുടുംബങ്ങളും. പക്ഷെ അതെല്ലാം ഒന്ന് മാറ്റി ഒരു പുതിയ അധ്യായം ഉണ്ടാകണം. അപ്പം ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ യേശുവിനോട് ചേർന്ന് വസിപ്പാൻ കഴിയണം. രക്ഷകനായ കർത്താവോട് ചേർന്ന് വസിക്കണം. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടവന്റെ മാനസാന്തര വിവരം നാട്ടുകാർ മാത്രമല്ല വീട്ടിലെ വളർത്തുമ്പോൾ അറിയുന്നു പറയുന്നത് ശരിയാ. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ആടിനെ യേശു കണ്ടെത്തി രക്ഷിച്ചതിന്റെ സന്തോഷം ആ വീട്ടിലുണ്ടായി. എന്നാൽ പരീശന്മാർക്ക് സഹിപ്പാൻ പറ്റിയില്ല. നഷ്ടപ്പെട്ടു പോയ ആടാണ് സക്കായി. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ ആടിനെ യേശു കണ്ടെത്തി ആ വീട്ടിൽ മുഴുവനുള്ളവർക്ക് സന്തോഷം വന്നപ്പോൾ അന്ന് ആ നാട്ടിലെ പരീശന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. വ്യക്തം ചെയ്യും. ഇന്നും അത് തന്നെയാണ്. ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് രക്ഷകന്റെ അനുഭവത്തിൽ ജീവിക്കുന്നത് കാണുമ്പോൾ ആ നാട്ടിലുള്ളവർക്കും വീട്ടിലുള്ളവർക്കും ഇഷ്ടപ്പെടല്. കാരണം അവർക്ക് ആ പരീശന്മാരുടെ സ്വഭാവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പാപിയായ മനുഷ്യരോട് പാർപ്പാൻ പോയി എന്ന പരീശന്മാര് പറയുന്നത്. പരീശന്മാര് പറയുന്നത് യേശു പാപിയായ മനുഷ്യരോട് പാർപ്പാൻ പോയി. എന്നാൽ അവർക്ക് തിരിച്ചു ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ആ മനുഷ്യൻ പാപിയായിരുന്നു. അവന്റെ പാപത്തെ യേശു ക്ഷമിച്ചു കൊടുത്തു. അവന്റെ വീട്ടിന് രക്ഷ വന്നു. ആ രക്ഷകൻ അവന്റെ വീട്ടിലേക്ക് പോയി ഒരു അതിഥിയായിട്ട് പറയുവാൻ പരീശന്മാർക്ക് കഴിഞ്ഞില്ല. പരീശന്മാർ പാപിയോടുകൂടെ ജീവിക്കാൻ പോയെന്ന്. ഇന്ന് നിങ്ങളൊക്കെ രക്ഷയിലേക്ക് വന്ന സമയത്ത് നിങ്ങളുടെ വീട്ടുകാരൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയത്തില്ല എന്താണെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ പറഞ്ഞത് എന്താണെന്ന് അറിയത്തില്ലേ? ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ വിവാഹം കഴിച്ച എൻ്റെ ഭാര്യ ഒരു ഹിന്ദു കുടുംബത്തിൽ വിശ്വാസത്തിലേക്ക് വന്നതാണ്. കോളേജ് പഠിക്കുന്ന കാലഘട്ടത്തിൽ 10-18 വർഷം പീഡനത്തിലൂടെ ആമെ തടവറയിൽ നിന്ന് പോലെ കഴിഞ്ഞുപോയി സ്വതന്ത്രമായി. ആ സമയത്ത് ഞാൻ വിവാഹം കഴിച്ച് സ്വതന്ത്രമായപ്പോൾ അന്ന് അവരുടെ വീട്ടുകാർ പറഞ്ഞ് അവൾ പിഴച്ചു പോയെന്നാണ്. ഹല്ലേലൂയ. കാരണം എന്റെ വൈഫ് യേശുവിനെ അറിഞ്ഞു, കർത്താവിന് വേണ്ടി നിലകൊണ്ടു. അവൾ രക്ഷകനായി സ്വീകരിച്ചു. അവൾക്കൊരു സഹായമായി ഞാൻ അവളോടൊപ്പം ചേർന്നു. അവൾ എന്നോടൊപ്പം ചേർന്നു. അന്ന് എന്നെ കേൾക്കെ ഒരു അപമാന വാക്ക് പറഞ്ഞവരാണ് ആലരിയ അവൾ പിഴച്ചു പോയെന്ന്. അപ്പൊ ഞാൻ അവരോട് അന്നേ ചോദിച്ചു, പിഴച്ചു പോയതല്ല ശ്രോതാവേ, സഹോദരങ്ങളെ, രക്ഷകനെ കണ്ടുമുട്ടിയ സന്തോഷത്തിലാണ് ഇന്ന് ഓമന ജീവിക്കുന്നത്. നിങ്ങൾ പറയുന്ന ബോഷ്ക അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇന്നും അവർ അധമ പാതാളത്തിൽ കിടക്കുക. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ട് സകല ദുർഭൂതങ്ങളുടെ ഉറവിടമായ ഒരു കുടുംബം മാറി. ഹല്ലേലൂയ. സ്തോത്രം. മാനസാന്തരപ്പെടണം, മടങ്ങി വരണം, രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന് വചനം പറഞ്ഞു, പഴയ നിയമത്തിലെ വിശുദ്ധനായ നോഹയുടെ ആഗ്രഹമെല്ലാം അവന്റെ കുടുംബം ജലപ്രളയത്തിൽ നിന്നും രക്ഷ പ്രാപിക്കണമെന്നുള്ളതായിരുന്നു നോഹയുടെ ആഗ്രഹങ്ങൾ മുഴുവൻ.
വരാൻ പോകുന്ന ജലപ്രളയത്തെക്കുറിച്ച് നോഹയ്ക്ക് അറിയില്ലെങ്കിൽ, നോഹ കണ്ടിട്ടില്ലെങ്കിലും എന്തോ സംഭവിക്കാൻ പോകുന്ന മഹാവിപത്തിൽ നിന്ന് തന്റെ കുടുംബത്തെ രക്ഷിക്കണം. അതായിരുന്നു നോഹയുടെ ആഗ്രഹം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11-7 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. തന്റെ കുടുംബത്തെ രക്ഷിപ്പാനുള്ള നോഹയുടെ ആഗ്രഹം, അവന്റെ ഉത്സാഹം, മനക്കരുത്ത്, ദൈവത്തിലുള്ള വിശ്വാസം, ഹല്ലേലൂയ, ദൈവത്തിലുള്ള സമർപ്പണം, ഹല്ലേലൂയ. അന്ന് ആ കാലഘട്ടത്തിലുള്ള ജനം നശിക്കപ്പെടും, അവർ ന്യായവിധിയിലേക്ക് വീഴും. സകല ജനത്തിന്മേലും ദൈവത്തിന്റെ ന്യായവിധി വരാൻ പോകുന്നു. അതിൽ എന്റെ കുടുംബം വീഴാതിരിക്കാൻ വേണ്ടി, നോഹയുടെ കുടുംബം വീഴാതിരിക്കാൻ വേണ്ടി താൻ ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പോൾ തന്നെ അതുപോലെ തന്നെ ആ നാട്ടിലുള്ള ജനങ്ങളും പാപത്തിൽ ആ ന്യായവിധിയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി സുവിശേഷം പറഞ്ഞു. ജനം കേട്ടില്ല, നോഹയും കുടുംബം രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്? ഇബ്രായ ലേഖനം വലിയ സ്തോത്രം. നോഹയുടെ പെട്ടക നിർമ്മാണം. ഹാബേലിന്റെ ആട്ടിൻകുട്ടി ക്രിസ്തുവിന്റെ യാഗപണ്ഡത്തിന്റെ ഒരു നിഴലാണെങ്കിൽ, നോഹയുടെ പെട്ടകം ന്യായവിധിയിൽ രക്ഷ പ്രാപിക്കുന്ന രക്ഷാ സങ്കേതത്തിന്റെ ഒരു നിഴലാണ്. ജലപ്രളയമാകുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ഈ പെട്ടകത്തിൽ കയറി രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവാത്മാവ് നോഹയ്ക്ക് കൊടുത്ത ദർശനം, വെളിപ്പാട് എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്താലാണ് നോഹ, ഹല്ലേലൂയ, അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് കുടുംബത്തിന്റെ രക്ഷയ്ക്കായി പെട്ടകം തീർത്തെന്ന് പറയുന്നത്. അത് ദൈവം കൃപയായി നോഹയുടെ കുടുംബത്തിലുള്ള സകലരെയും രക്ഷയുടെ പെട്ടകത്തിൽ കാത്തു സൂക്ഷിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷയുടെ അനുഭവത്തിലൂടെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ആമേൻ രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലും ജീവിച്ച് നിങ്ങൾ ജീവിതം എടുത്തു കളയരുത്. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനുമായിട്ട് സുവിശേഷം പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, അത് പറഞ്ഞൊരു പ്രസംഗം പോലെ അങ്ങ് നീണ്ടു. ഹല്ലേലൂയ. കാരണം അദ്ദേഹം ഹല്ലേലൂയ കാട് കയറി അതും ഇതുമൊക്കെ അങ്ങ് പറയാൻ ഞങ്ങളുടെ എന്നൊക്കെ അങ്ങ് പറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, വിശുദ്ധ തിരുവെഴുത്ത് ആധാരമാക്കി ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാതെ തിരുവെഴുത്തിനകത്തെ അദ്ദേഹം എവിടോ കണ്ടതോ കേട്ടതോ ഒക്കെ പറയുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ ഞാനത് വിവരിച്ചു തരാം. ഞാനത് വിവരിച്ച് അപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ മുഖം കറുത്തു. അദ്ദേഹം ഇരുന്ന് എന്തൊക്കെയോ പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ മുഴുവൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാം, നിങ്ങളുടെ ഉള്ളിൽ മുഴുവൻ എനിക്ക് വായിക്കാൻ അറിയാം. ഞാനിപ്പോൾ നിങ്ങളെ മുഴുവൻ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എന്നെക്കുറിച്ചൊന്ന് പറയാം. എന്നാൽ പിന്നെ എന്നെക്കുറിച്ചൊന്ന് പറയാൻ പറഞ്ഞപ്പോഴത്തേനും പിന്നെ അദ്ദേഹത്തിന് മൗനമാണ്. ഡേരി ചില ആളുകൾ അങ്ങനെ കേൾക്കട്ടെ. ചില ആളുകൾ നമ്മൾ സുവിശേഷം പറയുമ്പോൾ അവർ ഉള്ളിൽ കരി സുവിശേഷം പറയുമ്പോൾ, രക്ഷയുടെ വചനം പറയുമ്പോൾ, രക്ഷിപ്പിന്റെ വചനം പറയുമ്പോൾ, രക്ഷകനെ കുറിച്ച് പറയുമ്പോൾ ചിലരൊക്കെ പല്ല് കടിച്ച് അങ്ങ് കലിതുള്ളി പിന്നെ അങ്ങ് പാറ്റ് വിറയ്ക്കുന്ന പോലെ വിറയ്ക്കുന്നത്. അങ്ങനെ സഹോദരൻ ഇന്നലെ കണ്ടു. ഞാൻ പറഞ്ഞ സഹോദരൻ, നിങ്ങൾ വിറച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ രക്ഷകനെ കണ്ടെത്തണം. നിങ്ങൾ രക്ഷകനെ കണ്ടെത്തി നിങ്ങളുടെ കുടുംബം രക്ഷ പ്രാപിക്കണം. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര മദ്യം അടുത്തുകൂടി ഇരിക്കത്തില്ല. ഞാൻ ചോദിച്ചു, രാവിലെ എത്രമാത്രം വിട്ടു? അത് ഞാൻ എൻ്റെ പതിവ് പോലെ അത് ഞാൻ പറഞ്ഞ പതിവൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് രക്ഷകനായിരിക്കുന്ന യേശുവിനെ നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന സ്പിരിറ്റ്, അല്ലെങ്കിൽ ഈ ലഹരിയേക്കാൾ നല്ലൊരു ആത്മാവിന്റെ ലഹരി നിങ്ങൾക്ക് കിട്ടും. അത് യേശു തരുന്നത് ആത്മാവിന്റെ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവുള്ള ലഹരി. അദ്ദേഹം അവസാനം പിന്നെ വളരെ സന്തോഷത്തോടെ രോഗ്യത്തോടെ ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് പോവാ സാറേ എന്നൊക്കെ പറഞ്ഞു പോയി. എനിക്കും ഒരു സന്തോഷമായി. കാരണം ആദ്യം അങ്ങനെയൊക്കെയാണ് ഈ സുവിശേഷം പറയുമ്പോൾ അങ്ങോട്ട് കലി തുള്ളി അങ്ങോട്ട് കയറും. വലിയ അങ്ങ് ചെതഞ്ഞ് കയറും. നമുക്ക് ആണെങ്കിൽ ഈ പരസ്യമൊക്കെ നടത്തുന്നത് കാണുമ്പോൾ ദൈവത്തിന്റെ വചനം വിളിച്ചു കൊണം. ചിലരൊക്കെ മുണ്ടുമൊക്കെ ഇങ്ങോട്ട് മടക്കി പൊക്കി കുത്തി കൈയൊക്കെ ചുരുട്ടി ഉടുപ്പൊക്കെ ഇങ്ങോട്ട് കയറ്റി വെച്ച് മീശയൊക്കെ പിരിച്ച് ചങ്കൊക്കെ വിരിച്ചിങ്ങോട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ലോകത്തെ കീഴ്മേൽ മറിക്കുമെന്നാണ്. നല്ല ഏരിയ. എന്നിട്ട് ഈ മനുഷ്യൻ വന്ന് പറയുന്നത് കുറെ ചീത്തയാ പറയുന്നത്, അസഭ്യം വിളിച്ചു പറയും. വീട്ടിനകത്ത് പോലും കേൾക്കാൻ, നാട്ടിൽ പോലും കേൾക്കാൻ കൊള്ളാത്ത അദ്ദേഹം പഠിച്ചു വെച്ച ശീലം അസഭ്യം വിളിച്ചു പറയും. കാരണം അവർക്കതേ ചെയ്യാൻ അറിയത്തുള്ളൂ, നല്ലത് പറയാൻ അറിയത്തില്ല. സുവിശേഷ വിരോധികൾ നല്ലതൊന്നും പറയത്തില്ല, അവർ അസഭ്യം വിളിച്ചു പറയുള്ളൂ. അല്ലേരിയ.
ഇവിടെ നോഹയ്ക്ക് ലഭിച്ച സന്ദേശം, ദൈവത്തിന് ലഭിച്ച സന്ദേശം, അവൻ വരുവാൻ പോകുന്ന ന്യായവിധിയിൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കണം. അതുകൊണ്ട് ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം പെട്ടകത്തെ നിർമ്മിച്ചു. പെട്ടകത്തിന്റെ പണി തീർന്നപ്പോൾ ദൈവം ഭൂമിയിലെ എല്ലാ നാൽക്കാലികളിലും ഭക്ഷ്യപ്രവചാലും എല്ലാത്തിലും ഈരണ്ട് ചൂടി ദൈവം കൽപ്പിച്ചതുപോലെ പെട്ടകത്തിനുള്ളിൽ വന്നു കയറി കഴിഞ്ഞപ്പോൾ പെട്ടകത്തിന്റെ വാതിൽ ദൈവം അടച്ചു. ഭൂമിയിൽ മഴ പെയ്തു തുടങ്ങി. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു, ഭൂമിയുടെ ഉറവുകളും തുറന്നു. അങ്ങനെ 40 നാളുകൾ രാവും പകലും മഴ ചെയ്തു. 6 മാസത്തോളം വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ജലപ്രളയം താഴുന്നത്. അവിടെ എന്ത് ചെയ്തു? നോഹയുടെ കുടുംബം രക്ഷപ്പെട്ടു. അവരെ സക്കായിയുടെ കുടുംബത്തിന് രക്ഷ വന്നതുപോലെ നോഹയുടെ കുടുംബത്തെ രക്ഷിച്ച ദൈവം നിന്റെയും കുടുംബത്തെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് വരാൻ പോകുന്ന ഭയാനകമായ ന്യായവിധിയിൽ നിന്ന് നിന്നെ വിടിവിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു 2025 വർഷം മുമ്പ് സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നതും 33 തിരുവയസ്സോടെ ജീവിച്ച് 3.5 വർഷം തന്റെ പരസ്യ ശുശ്രൂഷയിൽ തന്റെ അരികിൽ വന്ന സകല പാപികൾക്കും രക്തം ചെയ്യാം. നിത്യജീവന്റെ സന്ദേശം നൽകിക്കൊടുത്ത് അനേകർ നിത്യജീവനെ പ്രാപിച്ച് രക്ഷകനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അനേകരുടെ കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് രക്ഷ യേശു കൊടുത്തു. ആ രക്ഷയുടെ അനുഭവം അന്ന് തൊട്ട് ഇന്ന് വരെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രക്ഷയുടെ സന്ദേശം 2025 വർഷമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പലരും ഇതിനെ അടിച്ചൊതുക്കുവാൻ ശ്രമിച്ചു, കൊന്നൊടുക്കുവാൻ ശ്രമിച്ചു, ഇല്ലായ്മയെ ശ്രമിച്ചു. മാറി മാറി വന്ന ഗവൺമെന്റുകൾ, ചക്രവർത്തിമാർ, രാജാക്കന്മാരെല്ലാം സുവിശേഷത്തെ തകർക്കുവാൻ ശ്രമിച്ചു. പക്ഷെ തകർക്കാൻ ശ്രമിച്ച ഒറ്റ ഉലകത്തിലില്ല. സുവിശേഷത്തെ തകർക്കാൻ ശ്രമിച്ച ഓരോന്നും ഉലകത്തില്ല. ദൈവദാസന്മാരെ, ദൈവമക്കളെ ഉപദ്രവിച്ചവന്റെ കുടുംബം തന്നെ തകർന്നിട്ടുണ്ട്. ദൈവസഭയെ, ദൈവദാസന്മാരെ വാളുകൊണ്ടും വടികൊണ്ടും കുറുവടി കൊണ്ടും ഒക്കെ വെട്ടി പരിക്കേൽപ്പിച്ച് മുറിവേൽപ്പിച്ച ദൈവസഭയെ ചുട്ടരിച്ച് ദൈവസഭയെ അടിച്ചു പിടിച്ച് കളഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിൽ JCB കൊണ്ടുവന്ന ദൈവസഭയെ, ദൈവമക്കളെ, ആലയത്തെ പൊളിച്ചെടുക്കുന്നവരോട് പറയട്ടെ, ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം നോഹയുടെ കാലഘട്ടത്തിൽ എന്നപോലെ നിന്റെ കുടുംബത്തിന്മേലും വരാൻ സമയമായി. ഇന്നിപ്പം ആലയൊക്കെ വലിച്ചു പൊളിച്ച് ഇറക്കിയിട്ട് സന്തോഷിച്ച് സ്വന്തം അല്ലെങ്കിൽ ജയഭേരിപ്പുഴയ്ക്ക് പോകുന്നുണ്ടല്ലോ. അവരോടൊക്കെ ദൈവാത്മാവ് പറയുന്നത് നോഹയുടെ കാലത്തെന്ന പോലെ സോദോം ഗോമോര സംഭവിച്ചതുപോലെ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം നിന്റെ കുടുംബത്തിന്മേലും വരാൻ സമയമായി. നിനക്ക് തടയുവാൻ കഴിയില്ല. രക്തം ചെയ്യും നിനക്ക് തടയാൻ കഴിയത്തില്ല. തടയുവാൻ നീ പ്രാപ്തനല്ല. ദൈവത്തിന്റെ ന്യായവിധിയെ തടയുവാൻ നീ പ്രാപ്തനായിട്ടില്ല. നീ യോഗ്യനായിട്ടില്ല. നിന്റെ പണം കൊണ്ടോ, സ്വാധീനം കൊണ്ടോ, അധികാരം കൊണ്ടോ, സ്ഥാനമാനങ്ങൾ കൊണ്ടോ, നിന്റെ പേര് കൊണ്ടോ, പ്രശസ്തി കൊണ്ടോ, നിന്റെ രാഷ്ട്രീയം കൊണ്ടോ നീ ദൈവത്തിന്റെ ന്യായവിധിയെ തടയുവാൻ നീ യോഗ്യനല്ല. സ്രോതാവി നിനക്കിന് കഴിയില്ല. ദൈവത്തിന്റെ ന്യായവിധിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ സമയമായി. ദൈവത്തിന്റെ ന്യായവിധിന്റെ ദേശത്ത് വെളിപ്പെടാൻ സമയമായി. ദൈവസഭയെ, ദൈവമക്കളെ അതിക്രമിച്ച്, ഉപദ്രവിച്ച്, പീഡിപ്പിച്ച് ദൈവാലയങ്ങളെ പൊളിച്ചു കളഞ്ഞ ദേശത്തിന്റെ ഭരണ സംവിധാനങ്ങളിന്മേൽ ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടാൻ സമയമായി. അതിന് ആഹ്വാനം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിക്കാർക്ക്, ഭരണ സംവിധാനങ്ങളുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടാൻ സമയമായി. ആ ന്യായവിധിയിൽ നിങ്ങൾ മുങ്ങി താഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ രക്ഷയുടെ വചനം വിളിച്ചു പറയുന്നത്. രക്തം ചെയ്യും. ഈ രക്ഷിപ്പിന്റെ വചനം, രക്ഷകന്റെയിലേക്ക് നീ വന്നാൽ നിന്റെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും രക്താംബരം പോലെ ചുമന്നിരുന്നാലും അവയെ ഹിമം പോലെ വെളുപ്പിച്ച് ദൈവത്തിന്റെ മകനായി സക്കായിയെ ചേർത്ത് പിടിച്ച പോലെ നിന്നെ ചേർത്ത് വിളിച്ച അബ്രഹാമിന്റെ സന്തതിയായി ദൈവം നിന്നെ ചേർത്ത് പിടിച്ച ആകാശത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിൽ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും പ്രൈസലോ ദൈവം നിന്നെ നിറയ്ക്കും. സമാധാനം കിട്ടും. എന്റെ ഏരിയ ഇവിടെ നമ്മൾ ചോദിക്കും, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്നാണ് അപ്പോസ്തലപ്രവൃത്തി 2:39 വായിക്കുന്നത്. പ്രൈസലോ എന്നുള്ള വാക്യം, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായിരിക്കുന്ന ഏവർക്കും ഉള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തം എല്ലാവർക്കും ഉള്ളതാണ്. ജാതി, മത, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ, മുഖം നോക്കാതെ, നിറം നോക്കാതെ, സമുദായം നോക്കാതെ, പേര് നോക്കാതെ, ജാതി നോക്കാതെ, സ്ഥാനമാനങ്ങൾ നോക്കാതെ, ദേശം നോക്കാതെ, ഭാഷ നോക്കാതെ സകലർക്കും ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. സ്തോത്രം. പ്രൈസോ
എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ദൈവത്തിന്റെ വാഗ്ദത്തം നീ വിശ്വസിച്ച് നീ ദൈവസ്ഥലേക്ക് വന്നാൽ നിന്റെ കുടുംബത്തിന്റെ അടിസ്ഥാനം തകർന്ന് കിടക്കുന്നതിനെ ദൈവം പുതുക്കി പണിയുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം തകർന്നുപോയി, കുടുംബത്തിന്റെ അടിസ്ഥാനം തകർന്നുപോയി, നിലനിൽപ്പില്ലാതെ കഴിഞ്ഞു പോകുന്ന അനവധി കുടുംബങ്ങൾ നാളെ എന്ത് ചെയ്യുമെന്നോർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ശ്രോതാവേ, ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നിന്നോട് ശക്തമായിട്ട് ഇടപെടുന്ന ദൂത്, ഇന്ന് നീ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുത്ത രക്ഷകനെ നീ രക്ഷിപ്പിന്റെ അനുഭവം നീ പ്രാപിച്ചാൽ നിന്റെ കുടുംബത്തിനകത്തെ അരാജകത്വങ്ങളെ ദൈവം നീക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. കുടുംബത്തെ അരാജ്യമായിട്ട് നിനക്കൊരു ഉയർച്ചയെ ദൈവം തരുമെന്ന നന്മകൾ കൊണ്ട് നിന്റെ ജീവിതത്തെ നിറയ്ക്കും. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞതുപോലെ നിനക്ക് പറയാൻ കഴിയും, യഹോവ എന്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകില്ലെന്ന്. ദാവീദ് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവസൻ നിനക്ക് പറയും, യേശുവിന്റെ രക്ഷകനാണ്, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായി പുൽപ്പറങ്ങളുടെ കിടത്ത് സ്വസ്ഥതയുള്ള വെള്ളത്തിന് എനിക്ക് നടത്തുന്നു. സ്തോത്രം എന്ന് നിനക്ക് പറയാൻ കഴിയും. ഹല്ലേലൂയ. ഭാഗം വായിച്ചിരുന്നു കാണുന്നു. ശത്രുക്ക് മുമ്പാകും യേശുവിന് ദൈവമുണ്ട്. നിന്റെ തല എണ്ണോട്ട് അഭിഷേകം ചെയ്ത് ദൈവമുണ്ട്. കൂരികളുടെ അനുഭവത്തിൽ കടന്നുപോയാലും മരണനില്ല താഴ്വീഴ് കടന്നുപോയാലും നിന്റെ ശത്രുവിനെ വിട്ടുകൊടുക്കണം. നിന്നെ കാത്തു സൂക്ഷിക്കും ദൈവമുണ്ട്. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെ നിനക്ക് തന്നു നിന്നെ പോറ്റുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതെ, നിന്നെ സംരക്ഷിക്കാൻ ദൈവം വിശ്വസ്തനാണ്. നിന്നെ സംരക്ഷിക്കുവാൻ ഈ ലോകത്തിൽ ആരും പറയില്ല. നിന്റെ ഭർത്താവ് നിന്നെ സംരക്ഷിക്കാമെന്ന് പറയത്തില്ല. നിന്റെ ഭാര്യ നിന്നെ സംരക്ഷിക്കാമെന്ന് പറയില്ല. അവർ ഏത് സമയത്തും എപ്പോഴും സൗകര്യം കിട്ടാൻ മറ്റൊരാളോട് ഇറങ്ങി ഓടുന്നവരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ ആരും ആരുടെ സംരക്ഷകരല്ല. സ്വന്തം മക്കൾ പോലും മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ല. സ്വന്തം മക്കൾ വളർന്ന് പ്രായമായി അവർക്ക് കുടുംബജീവിതമായി കഴിയുമ്പോൾ, വീട്ടിലേക്ക് പുതിയ മണവാട്ടി വന്നു കഴിയുമ്പോൾ, കുറച്ചു കഴിയുമ്പോൾ അമ്മായിയപ്പന് ഇഷ്ടമല്ല, അവരെ കൊണ്ടുവന്ന് ശാരീരിക സ്തോത്രം വൃത്തസൗരത്തിൽ വിടുന്ന് കണ്ടിട്ടില്ലേ? ആരും ആർക്കും സ്വന്തമല്ല, ആരും ആരെയും രക്ഷിക്കത്തില്ല. അത് നിന്നെ രക്ഷിപ്പാനും നിന്നെ ചേർത്ത് പിടിക്കുവാനും രക്ഷ നൽകുവാനും കഴിയുന്നവൻ ഒരുവൻ മാത്രമേ ഈ ഭൂലോകത്തിലുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു. ലോകം നിന്നെ കൈവിട്ട് കളഞ്ഞാലും നിന്നെ കൈവിടാതിരിക്കുന്നവൻ യേശുക്രിസ്തു മാത്രം. രക്തം ചെയ്യും വിശ്വസിക്കുന്ന ദൈവത്തിന്റെ രാജ്യദാതനെ നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. ഞാൻ ഈ വൃത്തസദനത്തിൽ ചില നാളുകൾ ഹല്ലേലൂയ നിന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ് ഹല്ലേലൂയ അങ്ങനൊരു പ്രസ്ഥാനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വയോധികരായിരിക്കുന്ന വൃദ്ധർ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവരുടെ കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും കണ്ണുനീരുകളും ഒക്കെ അവരെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയതും മക്കൾ തള്ളിക്കളഞ്ഞതും അവർ ആ സാഹചര്യത്തിലെത്തിയൊക്കെ അവരെന്നോട് സംസാരിച്ചുകൊണ്ട് വേദനയോടെ നിറയുന്ന കണ്ണുകൾ. അന്ന് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയം വർഷം മുമ്പാണ്. ഹല്ലേലൂയ. അതെ, സ്വന്തം മക്കൾ വരെ നിന്നെ തള്ളിക്കളയും, പക്ഷെ യേശു നിന്നെ തള്ളിക്കളയത്തില്ല. യേശു നിന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. യേശു നിന്നെ ചേർത്ത് പിടിക്കും. ലോകം തള്ളിക്കളഞ്ഞതിനെ യേശു ചേർത്ത് പിടിക്കും. അതെ, പരീശന്മാരും ആ കാലഘട്ടത്തിലുള്ള യെരിഹോവിലെ ജനങ്ങളെല്ലാം കൂടി സക്കായിയെ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. സക്കായിയെ തള്ളിക്കളഞ്ഞതിനെ ചേർത്ത് പിടിക്കുവാൻ യേശു യെരിഹോവിലെത്തി. ഒരു പരീശന്മാരെ ഇവിടെ ചേർത്ത് പിടിച്ചില്ല, യേശു ചേർത്ത് പിടിച്ച സക്കായിയ. അത് നിന്റെ ഭവനത്തെ ചേർത്ത് പിടിക്കാൻ യേശു ആഗ്രഹിക്കുക. സ്തോത്രം. നിനക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന് സക്കായിയുടെ വീടിന് രക്ഷയുടെ സന്ദേശം കൊടുത്ത ദൈവം. ഹല്ലേലൂയ. സക്കായി ഒരു അന്യായക്കാനായി ഒരു പാവിയായി കാണാതെ ഇവനും അബ്രഹാമിന്റെ മകനെന്ന് പറയുവാൻ ദൈവം ശക്തനായി. സക്കായി ഒരു അന്യായക്കാരൻ, ഒരു പാപി എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താതെ ഇവൻ അബ്രഹാമിന്റെ മകനാണെന്ന് പറഞ്ഞ് പരീശന്മാരുടെ മുമ്പിൽ അവന്റെ പതിവെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അപ്പം പരീശന്മാരുടെ നടുവിൽ ഇവൻ അബ്രഹാമിന്റെ മകനാണെന്ന് യേശു പറയുമ്പം പരീശന്മാർ പറയും ഈ മനുഷ്യൻ പാപിയാണെന്നാണ്. കാരണം അതായത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, കണ്ട് കുരുടായിരിക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക. പഴയ നിയമത്തിൽ ഇസ്രായേലിൽ ഇസ്രായേൽ അനുഗ്രഹങ്ങളും അബ്രഹാമിൽ നിന്നാണ് അവർക്ക് ലഭിച്ചിരുന്നത്. പഴയ നിയമം ഇസ്രായേലിനെല്ലാം അനുഗ്രഹങ്ങൾ അബ്രഹാമിൽ നിന്നാണ് ലഭിച്ചിരുന്നത്. ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം പരിച്ഛേദന ഏറ്റവും മുഖാന്തരം ദൈവത്തോട് നിയമം ചെയ്തു. അബ്രഹാമിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ സന്തതി ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ സന്തതികളായി തീരുമെന്ന് അബ്രഹാമിനുള്ള വാഗ്ദത്തമാണ്. അബ്രഹാമിനോട് ഒരിക്കൽ ദൈവം പറഞ്ഞു, അബ്രഹാമിനെ വീട്ടിൽ പുറത്തിറക്കുന്ന ഈ ആകാശത്തിലേക്ക് നോക്ക്, ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിന്റെ സന്തതിയാകും. എണ്ണി നോക്കാൻ പറഞ്ഞു. അബ്രഹാം നിരത്തു നിന്ന് ആകാശത്തെ നക്ഷത്രങ്ങളെ എണ്ണിയിട്ട് തീരത്തില്ല. കാരണം നക്ഷത്രങ്ങൾ എണ്ണ അതുപോലാണ്.
അതുപോലെ അബ്രഹാമിന്റെ സന്തതികളെ ആമീൻ നൽകുന്ന അബ്രഹാമിന്റെ നക്ഷത്രങ്ങളെ പോലെ തരുമെന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നോക്കണം. യേശുക്രിസ്തുവിന്റെ സന്തതി ആകാശ നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം ഇന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളിൽ എന്ത് ചെയ്യുന്നു? ആകാശത്തിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. സക്കായി നക്ഷത്രങ്ങളെ പോലെ ശോഭ കൊടുക്കുന്നവരായി മാറി. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ദൈവം കൊടുത്തത്. നമ്മുടെ ദൈവമാര ഉന്നതനാണ്, ഉയർന്നിരിക്കുന്നവനാണ്, ശാശ്വതവാസിയാണ്, സകലത്തിൽ നിർമ്മിച്ചവനാണ്, സകലത്തിൽ ഉടയവനാണ്, സൃഷ്ടാവാണ്. അവൻ രക്ഷ നൽകിയാൽ നാം നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. അതേ ശ്രോതാവേ, ആമീൻ. നക്ഷത്രങ്ങൾ ശോഭിക്കുന്നത് പോലെ നിങ്ങൾ ഭൂമി ശോഭിക്കുവാൻ അബ്രഹാമിന്റെ മകനായി മകളായി ദൈവം നിന്നെ വേർതിരിപ്പാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ പ്രശ്നങ്ങൾ മാറുമെന്ന്. നിങ്ങൾക്കെല്ലാം അനുഗ്രഹം വേണം, സൗഖ്യം വേണം, ആശ്വാസം വേണം, ശാപം മാറണം, രോഗം മാറണം, ബന്ധനം കഴിയണം. ഇതെല്ലാം നിങ്ങളുടെ ആവശ്യം. പക്ഷെ നിങ്ങൾ യേശുവിന്റെ ഹൃദയം കൊടുക്കത്തില്ല. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നവരാ. ആമീൻ. ദൈവത്തെ മാമോനെയും കൂടെ സേവിക്കുന്നവർ, അല്ലെങ്കിൽ ഇരുതൂണി കാരി വെക്കുന്നവർ, ഏതാ നല്ലതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ മനം കലങ്ങി കിടക്കുന്നവർ. ഹല്ലേലൂയ. ചില വിശ്വാസികളുണ്ട് കേട്ടോ, ചില വിശ്വാസികളുണ്ട്. അവർ പാരമ്പര്യമൊക്കെ വിട്ടിങ്ങിട്ട് യേശുക്രിസ്തുവിന്റെ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ പാരമ്പര്യകഥ പറയും. എന്നിട്ട് ചിലപ്പോൾ അങ്ങോട്ട് പോകും, ചിലപ്പോൾ ഇങ്ങോട്ട് വരും. എവിടെ നിൽക്കേണ്ടത്, ആരെ ആരാധിക്കേണ്ടത്, ആരെ സ്തുതിക്കേണ്ടത്, ആരാ രക്ഷകൻ, ആരാ ദൈവം എന്നറിയത്തില്ല. പാരമ്പര്യമാണോ വലുത്, രക്ഷകനായിരിക്കുന്ന യേശുവാണോ വലുതെന്ന് അറിയാത്ത അനവധി വിശ്വാസികൾ ഇന്നും പാരമ്പര്യത്തിൽ നിൽക്കുന്നുണ്ട്. അനവധി വിശ്വാസികൾ പാരമ്പര്യം. അത് സഭയിലാണ് രക്ഷകനെ കണ്ടുമുട്ടിയതാ, രക്ഷയുടെ അനുഭവം പ്രാപിച്ചത്. പക്ഷേ പഴയതിലേക്ക് പോകുമ്പോൾ, പഴയത് ആളുകൾ മറിച്ചപ്പോൾ അവരുടെ പിതാക്കന്മാരാൽ ഒരുക്കി വെച്ച ആ പാരമ്പര്യം, ആ പള്ളി ഏരിയ അങ്ങോട്ട് പോകും. അപ്പം രക്ഷകനില്ലാത്ത വിശ്വാസികളും സഭയ്ക്കകത്തുണ്ട്. ആ വീടിനെന്നും കഷ്ടതയായിരിക്കും, എന്നും കഷ്ടതയായിരിക്കും, എന്നും പ്രശ്നങ്ങളായിരിക്കും, എന്നും ദുരിതങ്ങളായിരിക്കും. കാരണം രക്ഷകനെ വഞ്ചിച്ചു പോയാൽ എന്നും പ്രശ്നമാണ്. ഭാര്യ ഭർത്താവിനെ വഞ്ചിച്ച് തെറ്റ് ചെയ്താൽ ഭർത്താവിന്റെ ക്രൂരമർദ്ദനം ഭാര്യയ്ക്ക് കിട്ടുന്ന പോലെ രക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിനോട് നിങ്ങൾ വഞ്ചന ചെയ്താൽ, പാപം ചെയ്താൽ അവൻ നിങ്ങളോട് ക്ഷമിക്കുമെങ്കിലും നിങ്ങൾ മടങ്ങി വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ടം തന്നെയായിരിക്കും. രക്തം ചെയ്യും. പ്രൈസ് ലോർഡ്. എൻ്റെ ഏരിയ മാനസാന്തരപ്പെടണം. നീ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ട് ഈ വചനം പറയുന്നത്. എൻ്റെ ഏരിയ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ നിനക്കും തേജസ് പ്രാപിക്കുവാൻ കർത്താവിനോട് എടുക്കപ്പെടുവാൻ കഴിയും. ദൈവരാജ്യത്തിൽ നിനക്കൊരു അവകാശം കിട്ടും. അല്ലേ ഏരിയ ദൈവരാജ്യത്തിൽ അവകാശം കിട്ടണമെങ്കിൽ യേശുക്രിസ്തു എന്ന രക്ഷകനെ നീ ഹൃദയം കൊണ്ട് വസിക്കണം. സക്കായി എന്ത് ചെയ്തു? താൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി അല്ലേരിയ മറ്റും അല്ലേ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. സ്തോത്രം. അല്ലേരിയ അവൻ പറയുക, ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ട്, മടക്കി കൊടുക്കുന്നുവെന്ന്. ഇവിടെ ഇല കേൾക്കുന്ന സ്നേഹിത, നമ്മുടെ ഈ ഉന്നതനും ഉയർന്നിരിക്കുന്ന ശാശ്വതവാസിയുമാണ്, സർവശക്തനാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആകാശത്തിന് സ്വന്തമായ സന്തതിയെ ഉണ്ടാക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. നക്ഷത്രങ്ങളെ പോലെ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം പോലെ കർത്താവായ യേശുക്രിസ്തു തനിക്ക് നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന കോടാനുകൂടി ജനങ്ങളെ ലോകത്തിന് വീണ്ടെടുത്ത് ദൈവസഭയുടെ ഭാഗമാക്കി. ദൈവസഭ, ദൈവമക്കൾ വീണ്ടെടുക്കപ്പെട്ട രക്ഷയുടെ അനുഭവം പ്രാപിച്ച, മാനസാന്തരപ്പെട്ട, സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന, വിശുദ്ധിയിലും വേർപാടും ജീവിക്കുന്ന ദൈവമക്കൾ ദൈവസഭയിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചുകൊണ്ട് അവർ ദൈവത്തെ പാടി ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഭവനത്തിൽ ദൈവത്തെ പാടി ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അവർ വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തെ പാടി ആരാധിച്ച് നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നു. അത് കണ്ടിട്ട് നീ തുള്ളൽ കയറിയിട്ട് കാര്യമില്ല. നീ പലതിലും കണ്ട് തുള്ളും. അല്ലേ? ഈ മനുഷ്യന് തുള്ളൽ എന്ന് പറയുന്ന ഒരു സാത്താന്യ ബന്ധനമാകട്ടെ. ചില മനുഷ്യർ തുള്ളലുണ്ട്. അല്ലേ? ആവശ്യം പലതിനും തുള്ളും. എന്നോട് സുവിശേഷം പ്രസംഗിക്കുമ്പം പെരുവഴിയിൽ സുവിശേഷം പ്രസംഗിച്ച് ചിലരൊക്കെ വന്ന് തുള്ളുന്നേ. ആലയത്തിലൊക്കെ ദൈവശബ്ദം കേൾക്കും, തുള്ളലുണ്ടാകും. പുറത്ത് നിൽക്കുന്നവർക്ക് തുള്ളൽ. ആ തുള്ളൽ എന്ന് പറഞ്ഞ സാത്താന തന്ത്രമാണ്. അല്ലേ? അവരെപ്പോഴും ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും. അല്ലേ? അത് കണ്ട് നീ ഭാരപ്പെടണം. നീ നക്ഷത്രങ്ങൾ പോലല്ലേ ശോഭിക്കണം. കേട്ട ശ്രോതാവേ, ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ അനുഭവം നീ പ്രാപിച്ച നീ നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ച് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കണം. തുള്ളിക്കളിച്ച് എൻ്റെ സ്വർഗഭവനത്തിൽ എത്തുമെന്നൊക്കെ നമ്മുടെ പാട്ടുകാരൻ പാടിയതുപോലെ
തുള്ളിക്കളിച്ച് എൻ്റെ ഭവനത്തിലേക്ക് നീ എത്തണം. ഇവിടെ നിനക്ക് തുള്ളിക്കളിക്കുവാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, വീണ്ടെടുപ്പ്. സക്കായി, ഇന്നലെ വരെ നീ ദുഃഖിതനായിരുന്നു. ഇന്നലെ നീ കടന്നു പോകുന്ന വഴിക്കകത്ത് നിന്റെ ചുങ്കക്കാരൻ ടാക്സ് പ്രമാണിയെന്നും ആമീൻ ഒക്കെ പറഞ്ഞ് നിന്നെ അപമാനിച്ചവരുണ്ട്. ഇന്ന് നീ ചുങ്കക്കാരൻ്റെ ടാക്സ് പ്രമാണിയല്ല. ഇന്ന് നീ സ്തോത്രം സ്തോത്രം അല്ലെ ചുങ്കപ്പായി പിരിവാൻ അമ്മയല്ലേ ധനവാനല്ല. ഇന്ന് നീ ദൈവരാജ്യത്തിന്റെ മകനാ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നീ ശോഭിക്കുന്നവനാ. നീ അബ്രഹാമിന്റെ സാന്തതിയാ സക്കായി. അതേ സഹോദരൻ മടങ്ങുക. ഞാൻ എന്തിനാ ഈ കഴിഞ്ഞ ദിവസമായിട്ട് ഈ സക്കായിയെ കുറിച്ച് പറയുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സൗന്ദര്യവും അഴകൊക്കെ പറഞ്ഞ് നിങ്ങൾ ഭയങ്കര വർണ്ണിച്ച് നടക്കുകയല്ലേ? നിങ്ങളുടെ പണമൊക്കെ പറഞ്ഞ് നടക്കുകയല്ലേ? എന്റെ ശ്രോതാവ്, അതൊന്നും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. സ്വർഗരാജ്യത്തെ പ്രവേശിപ്പാൻ യേശുക്രിസ്തു മാത്രം വഴി, എന്റെ സത്യം, ജീവൻ. വേറെ ആരിലൂടെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ആ ഊടായിപ്പ് മണിയിലൊന്നും നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. പലരും ഊടായിപ്പ് കാണിച്ച് ഊടായിപ്പ് മണിയിലൂടെ എതിലൂടെ എങ്കിലും നുഴഞ്ഞു കയറാമെന്നാണ് ചിലർക്ക് ചിന്തിക്കുന്നത്. അങ്ങനെ എതിലൂടെങ്കിലും നുഴഞ്ഞു കയറാനൊന്നും സ്വർഗരാജ്യത്തിൽ നുഴഞ്ഞു കയറാൻ പറ്റത്തില്ല. ഇന്ത്യക്ക് 3600ഓളം കിലോമീറ്റർ കണ്ട അതിർത്തികളുണ്ടെന്നാളുടെ ഒരു വാർത്തയിലും കണ്ട് പറയുന്നില്ല കേട്ടു. അങ്ങനെ കേട്ടോന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ ഏതെങ്കിലും ഭാഗത്തൂടെ പലരും നുഴഞ്ഞു കയറാറുണ്ട്. നുഴഞ്ഞു കയറി വരുന്നവരെ നമ്മൾ അല്ലെങ്കിൽ ഇന്ത്യൻ പിടിക്കാറുമുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം കാണാതെയും പോകാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ സ്തോത്രം, അങ്ങനെ ദൈവരാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ പറ്റത്തില്ല. നിന്റെ ഊടായിപ്പ് കൊണ്ട്, തന്ത്രം കൊണ്ട്, നിന്റെ സൂത്രം കൊണ്ട്, നിന്റെ വേലത്തരം കൊണ്ടൊന്നും നിനക്ക് ദൈവരാജ്യത്തിൽ നുഴഞ്ഞു കയറാൻ കഴിയില്ല. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് പ്രസ്ഥാനങ്ങളുണ്ട് കേട്ടോ. എൻ്റെ ഏരിയ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്, സംഘങ്ങളുണ്ട്. വേർപെട്ട കൂട്ടങ്ങളുണ്ട്. ഏരിയ നുഴഞ്ഞുകയറ്റക്കാരായിട്ട് കുറച്ച് പേരുണ്ട്. ചിലരെക്കാളിൽ സഭയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കും. നല്ല ഏരിയ സഭായോഗമൊക്കെ നടക്കുമ്പോൾ ആ നേരത്തെ ഒന്നും വരത്തില്ല. പാട്ടൊക്കെ പാടി ആരാധനയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റെൻഡ് വന്ന് നുഴഞ്ഞു കയറിയിരിക്കും. കള്ളൻ വന്ന് പമ്മി കയറുന്ന പോലെ വന്ന് കയറുന്ന കാണാൻ കഴിയും. അതിൻ്റെ ഏരിയ ചിലൊക്കെ സങ്കീർത്തനമായിക്കായി പമ്മി നുഴഞ്ഞു വന്ന് കയറുന്നത്. എന്നിട്ട് എഴുന്നേറ്റൊന്ന് വളരെ വ്യാജമായി പോഷ്ക്ക് നിറഞ്ഞ സാക്ഷ്യം പറയും. അയ്യോ, വഴി മുഴുവൻ തടസ്സമായിരുന്നു, ബ്ലോക്കായിരുന്നു, വരത്തില്ലായിരുന്നു, വണ്ടിയൊന്നും ഇല്ലായിരുന്നു. നേരത്തെ ഇറങ്ങിയാലത്തെ കുഴപ്പം, ഈ നുഴഞ്ഞു കഴിച്ച് സഭയ്ക്കകത്തൊന്ന് കള്ളം വിളിച്ചു പറയണം. പോഷ്ക്ക് നിന്റെ നടത്തുകാര സാത്താനല്ലേ? സഭയ്ക്കകത്ത് പോഷ്കിന്റെ സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ നിന്റെ നടത്ത് സാത്താനാ. നീ രാവിലെ ആലയത്തിൽ കടന്നു വരാതെ, ആലയത്തിൽ കടന്ന് ദൈവസഭയുടെ ആരാധന സമയത്ത് പങ്കെടുക്കാതെ എപ്പോഴെങ്കിലും ഒന്ന് നുഴഞ്ഞു കയറിയിട്ട് സാക്ഷ്യത്തിൽ എഴുന്നേറ്റ് നീ പോഷ്ക്ക് വിളിച്ച് പറഞ്ഞാൽ നിന്റെ മേൽ വ്യാപരിക്കുന്നത് സാത്താന്റെ ആത്മാവാണ്. രക്തം ചെയ്യും. സ്വർഗരാജ്യം നുഴഞ്ഞു കയറാൻ പറ്റത്തില്ല കേട്ടോ. യേശുക്രിസ്തുവിന്റെ മാത്രം, യേശുവിന്റെ മാത്രം രക്ഷങ്ങളെ. സക്കായി, നിന്റെ ധനം കൊണ്ടോ, നിന്റെ പേര് കൊണ്ടോ, നിന്റെ പ്രശസ്തി കൊണ്ടോ സക്കായി നിനക്ക് ദൈവരാജ്യത്തിൽ നുഴഞ്ഞു കയറാൻ പറ്റത്തില്ല. നീ ദൈവരാജ്യത്തിൽ നുഴഞ്ഞു കയറാൻ പറ്റാത്തവനായതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടി വന്നത്. ഇപ്പോൾ നീ നുഴഞ്ഞു കയറേണ്ട. ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ്. ഞാൻ മുഖാന്തരം എന്നിലൂടെ നിനക്ക് ദൈവരാജ്യത്തിൽ വരാം. ഹല്ലേലൂയ. അതെ, നമ്മൾ ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ ചില ആളുകളൊക്കെ പഠിപ്പിക്കുക, പ്രസംഗിക്കുകയും ചെയ്യും. നിങ്ങളിങ്ങനെ പോരുന്നേ, നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾ തിന്നാലും കുഴപ്പമില്ല, കുടിച്ചാലും കുഴപ്പമില്ല, കിടന്നാലും കുടിച്ചാൽ മതിച്ചാലും കുഴപ്പമില്ല, കുളച്ചാലും മതിപ്പില്ല. നിങ്ങളിങ്ങനെ പോന്നാൽ മതി. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന അനവധി പൈശാചിക ബന്ധനങ്ങൾ നിറയപ്പെട്ട ശുശ്രൂഷകൾ ഈ ജനറേഷനകത്ത് നടക്കുന്നുണ്ടെന്നാണ്. അല്ലേരിയ അവർക്ക് ആള് മതി, തലയുടെ എണ്ണം മതി, സ്വോത്രകാഴ്ച സഞ്ചി നിറഞ്ഞാൽ മതി, ദശാംശം പെരുകിയാ മതി, അവരുടെ പോക്കറ്റ് ഗീശ വീർത്താൽ മതി. എങ്ങനെങ്കിലും വന്നാൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പാവുമെന്ന് പഠിപ്പിക്കുന്ന ദുരുപദേശന്മാർ സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി അവർ ബൈബിളിനെ വിൽക്കുന്നു, ബൈബിളിനെ ഒരു വ്യാപാരമാക്കി കളയുന്നു. അതിനകത്ത് നീ വഞ്ചിക്കപ്പെടരുത്. യേശു സക്കായിയോട് പറയുക, എനിക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ഞാനാകുന്ന വാതിലൂടെ മാത്രമേ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതേ ശ്രോതാവ്, നീന്ന പകൽ ദൈവത്തിലേക്ക് മടങ്ങുക. ദൈവത്തിന്റെ വചനം പറയുന്നത്, അന്ന് യോഹന്നാൻ സ്നാപകൻ അബ്രഹാമിന്റെ പുതിയ സന്തതിയെ കുറിച്ച് സംസാരിച്ചു. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന യോഹന്നാൻ സ്നാപകൻ മത്തായി 3:9 വിളിച്ചു പറഞ്ഞു. ആ സന്തതി ഏതാണ്? ഒരു കാലത്ത് അന്ധവിശ്വാസങ്ങൾക്ക് അധീനരായി ജീവിച്ച ലോകമോഹങ്ങൾക്ക് അധീനമായി ജീവിച്ച ഒരു കൂട്ടം ജനമുണ്ടല്ലോ. ഹൃദയം
കല്ല് പോലെ കടുപ്പമുണ്ടായിരുന്ന ഒരു കൂട്ടം ജനം അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിത്യജീവൻ പ്രാപിച്ചപ്പോൾ അവരുടെ ഹൃദയത്തെ കല്ലുപോലെ ഹൃദയത്തെ ദൈവത്തിന് ലഭിച്ച മെഴുകുപോലെ ഉരുകിക്കെടുത്ത് കഴിഞ്ഞപ്പോൾ അവർ ആകാശക നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നവരായ യേശു ക്രിസ്തുവിന്റെ മക്കളായി മാറി. അവർക്ക് മാത്രമാണ്, അവരാണ് അബ്രഹാമിന്റെ സന്തതി, അവർക്കാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. 18 വർഷങ്ങൾക്ക് മുമ്പ് കൂനിയായിരുന്ന സ്ത്രീയെ കർത്താവ് എന്താണ് ചെയ്തത്? സാത്താൻ 18 വർഷമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായി ഇവിടെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് യേശു ലൂക്കോസ് സുവിശേഷം 13:16 വായിക്കുന്നുണ്ട്. അവിടെയും പരീശന്മാര് പിറുപിറുത്തു. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നോക്കുവിൻ, യേശുവും അബ്രഹാമിന്റെ പുത്രൻ സക്കായിയും അബ്രഹാമിന്റെ പുത്രൻ 18 വർഷം കൂനിയായിരുന്ന സ്ത്രീയും അബ്രഹാമിന്റെ പുത്രി. അങ്ങനെയെങ്കിൽ അബ്രഹാമിനേക്കാൾ മുമ്പേ ഉണ്ടായിരുന്ന യേശു 18 വർഷം കൂനിയായ സ്ത്രീയുടെ കൂര് നിവർന്നു. ഹല്ലേലൂയ. അവൾ നിവർന്നു നിന്ന് രക്ഷകനെ കണ്ടു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ കൂലൊന്ന് നിവർന്നു. നീ പലതിലും കൂനിയാ. സഹോദരന്മാരെ, നിങ്ങൾ പലതിലും കൂലി പിടിച്ചവരാ. കൂലി നിവർന്നിട്ട് നിങ്ങൾ ദൈവത്തിലേക്ക് വരണം. ഹല്ലേലൂയ. ഗലാത്യലേഖനം 3:7 വായിക്കുന്നത്, അതുകൊണ്ട് വിശ്വാസികളത്രേ അബ്രഹാമിന്റെ മക്കൾ. വിശ്വാസികളാണ് അബ്രഹാമിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ വാഗ്ദത്തപ്രകാരം സാറയ്ക്കുണ്ടായിരിക്കുന്ന ഇസഹാക്കിന്റെ മക്കളാണ് അബ്രഹാമിന്റെ മക്കൾ. ദാസിയുടെ ഹാഗറിന്റെ മക്കളല്ല വാഗ്ദത്തപ്രകാരം അബ്രഹാമിന്റെ മക്കൾ. ഇസഹാക്കിന്റെ മക്കളാണ് വാഗ്ദത്ത സന്തതികൾ. അവരാണ് അബ്രഹാമിന്റെ മക്കൾ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. സക്കായിയുടെ യേശുവനോട്, ഇവനും അബ്രഹാമിന്റെ മകൻ ആകിയാൽ ഇന്ന് ഈ വീടിന്റെ രക്ഷ വന്നു. അതെ, നിന്റെ കുടുംബത്തിന്റെ രക്ഷ തരുവാൻ ദൈവം ആഗ്രഹിക്കുക. ഇന്ന് വരെ നീ കണ്ണുനീരിലും ദുഃഖത്തിലും സമാധാനമില്ലാതെ കടന്നു പോവുകയാണ്. പാപ ശാപ രോഗബന്ധത്തിൽ കടന്നു കഷ്ടത്തിൽ കടക്കടിയിൽ ദുരിത ദുഃഖങ്ങളിൽ മരണത്തിന് മുമ്പിലാണോ നീ? ഇന്ന് മുതൽ നിന്റെ കുടുംബത്തിന് സ്ഥിതിയെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുക. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അബ്രഹാമിന്റെ മകനായ മകളായി എന്നിൽ ചേർത്ത് പിടിച്ച് ആകാശത്തിൽ കിളിപോകാൻ എനിക്ക് വേണ്ടി തുറന്ന് സ്വർഗത്തിലെ അനുഗ്രഹത്വം നിറച്ച് എനിക്ക് നിത്യജീവന്റെ അനുഭവം തന്ന് അങ്ങോട്ട് താമസിപ്പാൻ പാർക്കുവാൻ അവസരം നൽകണമെന്ന് പറഞ്ഞതിനോടൊപ്പം പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, വചനം കേട്ടുകൊണ്ട് സകല ജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ 3.25 കോടി ജനം തലമുറ എണ്ണത്തിൽപ്പെടാത്ത അന്യവസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ കർത്താവ് 143 കോടി ജനം തലമുറ എണ്ണത്തിൽപ്പെടാത്ത ലോകരാജ്യങ്ങൾ 800 കോടി ജനം വീഴ് ഭൂഖണ്ഡങ്ങളായി കർത്താവിനും പ്രാർത്ഥന അക്രമങ്ങൾ, അരാജക തീവ്രവാദങ്ങൾ, ഭീകരവാദ വർഗീയതകൾ പെരുകുന്ന രക്തച്ചൊരി നടക്കുന്ന ഈ ഭൂമിയിൽ കർത്താവ് ജനം മാനസാന്തരം മടങ്ങി വന്ന് സക്കായിയുടെ വീടിന്റെ രക്ഷ വന്നതുപോലെ സക്കായി അബ്രഹാമിന്റെ മകനെന്ന നിലയിലേക്ക് എത്തിയതുപോലെ ജനം മടങ്ങി വരുവാൻ ഏൽപ്പിക്കുന്ന യേശുവിനും കൗമാരി യുവനത്തിനും വാർത്തയ്ക്കും രാജപുരത്തിലെ യാചകർ ഓർഫിന്റെ ചോടലിൽ തടവറയിലായിരിക്കും ജനത്തിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവൻ ജനത്തിന് മാനസാന്തരങ്ങളും മദ്യത്തിനും മയക്കും ലഹരിക്കും അടിയപ്പെട്ട് ജീവിക്കുന്നവർ ഈ ലോകത്തിന് ജടികമായ സുഖങ്ങളിൽ ലോകാമി ദുഷ്കാമങ്ങൾ അകപ്പെട്ട് പാപസമ്മതമായ ജീവിതത്തിൽ വീണ് സമാധാനമില്ലാതെ അലയുന്ന ദുർഭൂത വേദനകൾ, സാത്താനി വേദനകൾ കുടിക്കടക്കം, സാത്താനി ആരാധന കുടിക്കടക്കം ജനങ്ങളെല്ലാം മടങ്ങി വരുവാൻ സകല ഭൂമി ലോക രാജ്യ രാഷ്ട്ര തലവന്മാർ, ഭരണാധികാരികൾ, എല്ലാ ന്യായാധിപന്മാരും, എല്ലാ ക്രമസമാധാന പാലകരും, നിയമ നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർ, ഞങ്ങളുടെ ജുഡീഷ്യയൊക്കെ മാനസാന്തരപ്പെടും മടങ്ങി വന്ന് കർത്താവ് യേശു ആത്മീയമാക്കുവാൻ ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന സകല ജനത്തെ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ജനം മടങ്ങി വരട്ടെ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിന്റെ ഭാഗമായി യേശുവിനോട് ചേർന്ന് വസിപ്പാൻ ഈ ജനത്തിന്റെ ആത്മീയ കണ്ട് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപഭംഗരമായ ജീവിതം നയിക്കുന്ന പാപത്തിൽ ജീവിക്കുന്ന ദുരാത്മാക്കളെ സേവയിൽ ദുരാത്മാക്കൾ ബന്ധങ്ങളിൽ അകപ്പെട്ട ദുർഭൂതങ്ങളാൽ സമാധാനമില്ലാതെ നഷ്ടപ്പെട്ട് മാനസികമായി തകർപ്പ് കിടക്കുന്ന അനവധി ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി അയക്കണമേ. ദൈവസഭയെ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മഴക്കാലമാണ് കർത്താവിന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണമേ. കാലവർഷമൊക്കെ ആരംഭിച്ച് സ്കൂളുകളൊക്കെ തുറക്കാൻ സമയമായി കെടുതികളോ വ്യാധികളോ ഒന്നുമില്ലാതെ ദുരന്തങ്ങളില്ലാതെ കേരളത്തെ ഭാരതത്തെ ഒക്കെ സൂക്ഷിക്കാനായി ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവദാസിദാസന്മാരെ ഓർക്കുന്നവരുടെ കുടുംബങ്ങൾ തലമുറക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സൂക്ഷിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.